എല്ലാവർക്കും ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കാമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. ആ എപ്പിസോഡ് കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുപോയി കാണാൻ ശ്രദ്ധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫോട്ടോഷോപ്പിൽ എങ്ങനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അതിനുവേണ്ടി ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ആക്ഷൻസ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വലതുഭാഗത്ത് ഈ സൈഡിലായിട്ട് ഹിസ്റ്ററി പാനലിൻ്റെ തൊട്ട് താഴെ ഒരു പ്ലേ ബട്ടൺ കാണാം, ആക്ഷൻസ്. ഇതിവിടെ കാണുന്നില്ല എങ്കിൽ, ഹിഡൻ ആണെങ്കിൽ നിങ്ങൾ വിൻഡോസിൽ പോകുക. വിൻഡോസിൽ പോയി താഴോട്ട് വരുമ്പോൾ ഈ 3D ഇതിൻ്റെ തൊട്ടുഭാഗത്തായിട്ട് താഴെയായിട്ട് ആക്ഷൻസ് എന്ന് കാണാം, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫോട്ടോഷോപ്പ് ഡിഫോൾട്ടായിട്ട് കുറച്ച് ആക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ആക്ഷൻസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു 3 ലൈൻസ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഡ് ആക്ഷൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത ഫയൽ എവിടെയാണോ ആ ഫോൾഡറിൽ പോകുക. അവിടെ ഈ പേരിലുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഡ് കൊടുക്കുക. ഇപ്പോൾ ആ ഫയൽ ഇവിടെ ലോഡായിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ഫയൽ കാണാവുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ഈ പ്ലേ ബട്ടൺ പ്ലേ ചെയ്ത് കൊടുക്കുക. ഇത് റീസൈസ് ചെയ്ത് കൊടുക്കുക. ഷിഫ്റ്റ് അമർത്തി പിടിച്ച് റീസൈസ് ചെയ്യാവുന്നത് ആണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണുക, അതിൽ എല്ലാം ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതും അല്ലെങ്കിൽ മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 8 ഫോട്ടോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫയലിൽ പോയി സേവ് ഓർ സേവ് ആസ് കൊടുത്ത് JPG ഫോർമാറ്റ് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നത് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോൺ എനേബിൾ കൂടി ചെയ്യുക. അതുപോലെ ഫോട്ടോഷോപ്പ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഷെയർ കൂടി ചെയ്യാൻ മറക്കേണ്ട.